ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, പലപ്പോഴും നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്. ഈ കുറവുകളുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തെ സമീപിക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും നീ കണ്ടിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം, ഹൃദയം നുറുങ്ങി വിളിക്കണം. ഇനി എന്തെങ്കിലും ബലഹീനത കുറവുണ്ടെങ്കിൽ, കർത്താവേ പറ്റിപ്പോയി, എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. ആ വചനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13-ാമത്തെ തിരുലിഖിതം. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. മാറത്തടിച്ചുകൊണ്ട് പാപിയായ എന്നിൽ കനിയണമേ എന്ന് കണ്ണുപോലും ഉയർത്താൻ, കണ്ണ് തുറക്കാൻ, കൈകൾ ഉയർത്താൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കിങ്ങനെ ഒരു ജീവൻ നൽകിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കിന്നൊരു സഹനം? എങ്കിലും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ സഹായിക്കണം, എന്നെ വെറും കൈയോടെ വിടരുതേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് രോഗമാണ് കർത്താവേ, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്നെ വിട്ടുമാറുന്ന രോഗപീഠകൾ, അപസ്മാരവും അതുപോലെ ഓട്ടിസവും ക്യാൻസറും സോറിയാസിസും വലിവും സാമ്പത്തിക ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഇതെല്ലാം കൊണ്ട് ഞാൻ മടുത്ത് കർത്താവേ, പറ്റുന്നില്ല, എന്നെ സഹായിക്കണം. ഇന്ന് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.